ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ച് നൽകും. സർ, ഗ്രാമവികസന മേഖലയ്ക്കാകെ 2138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയം കാരണം ഇത് 2090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടം എന്ന നിലയിൽ 1422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സർ, ഗ്രാമസഭയിൽ നേരിട്ട് സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ് 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. അടിസ്ഥാന സൗകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടിക്കൽ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിൻ്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക് വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു.